റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളായ ബിനിലിനെയും ജെയിനെയും തിരിച്ചെത്തിക്കാൻ അടിയന്തര ശ്രമം തുടരുകയാണെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി. അടൂർ പ്രകാശ് എംപിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റഷ്യയിൽ കുടുങ്ങിയ 19 ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ശ്രമം നടക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ ലോക്സഭയിലും മറുപടി നൽകി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഈ വിഷയത്തിൽ തുടക്കം മുതൽ ന്യൂസ് മലയാളം ഇടപെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും അവിടെ നിന്ന് 2 പേരുടെയും ശബ്ദ സന്ദേശം വരികയും ചെയ്തു. യുദ്ധമുഖത്തേക്ക് പോകണമെന്നാണ് ഈ നിമിഷം പട്ടാള ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഉടനടി ഇടപെട്ടാൽ മാത്രമേ അവരെ തിരികെ എത്തിക്കാൻ സാധിക്കൂ എന്നുകൂടി മനസ്സിലാകുന്നു. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ? ഇത് തന്നെയാണ് ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിയ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ 2 തൃശൂർ സ്വദേശികളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയെന്നാണ് ഇന്നലെയാണ് റഷ്യൻ എംബസി അറിയിച്ചത്. റഷ്യൻ എംബസി അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വളരെ അടിയന്തരമായി റഷ്യൻ സർക്കാരുമായി ഇടപെടുന്നുണ്ട്. റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ രാംകുമാർ തങ്കരാജാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇമെയിൽ സന്ദേശം മറുപടിയായി നൽകിയിരിക്കുന്നത്. ഏതായാലും റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്ന മലയാളികളായ തൃശൂർ സ്വദേശികളായ 2 യുവാക്കളുടെ കാര്യത്തിൽ ഉടനടി തന്നെ മോചനം ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് ലഭിക്കുന്നത്. ഇതുവരെ റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്ന 19 പേർ ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ലോക്സഭയിൽ മറുപടിയായിട്ട് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം റഷ്യൻ എംബസിയും ഇന്ത്യൻ സർക്കാരും റഷ്യൻ സർക്കാരും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലെ ലഭിച്ച മറുപടി. ഏതായാലും സഭയിൽ ഇത് വിദേശകാര്യ സഹമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 19 ഇന്ത്യക്കാർ മാത്രമാണ് ഇന്ന് റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇക്കാര്യത്തിൽ നടപടി തുടരുകയാണ്. എവിടെയാണ് ഇവരെ വിന്യസിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കേന്ദ്ര റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തോട് തേടിയിട്ടുണ്ടെന്നും ലോക്സഭയിൽ അടൂർ പ്രകാശിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടൂർ പ്രകാശിന് നൽകിയ ഇമെയിൽ സന്ദേശത്തിലാണ് റഷ്യൻ എംബസിയിലെ കൗൺസിലർ 2 തൃശൂർ സ്വദേശികളുടെ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് മുമ്പേ തന്നെ തിരികെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന നടപടിക്രമമായിട്ടാണ് ഇന്ത്യയിലെ റഷ്യൻ എംബസി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഈ വാർത്ത നമ്മൾ ന്യൂസ് മലയാളമാണ് അടൂർ പ്രകാശിന് അത് ദേശീയ തലത്തിൽ കൊണ്ടുവന്നത്. ഏതായാലും എംപിയുടെ ഇടപെടൽ ഫലം കാണുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. റഷ്യയിലുള്ള 2 മലയാളികൾ, തൃശൂർ സ്വദേശികളുടെ 2 മലയാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയാണെന്ന് റഷ്യയിലെ, അതായത് മോസ്കോയിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച മറുപടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. റഷ്യയിലെ ഇന്ത്യൻ എംബസിയിലെ കൗൺസിലർ രാംകുമാർ തങ്കരാജാണ് ഇത് സംബന്ധിച്ച മറുപടി നൽകിയത്. സുജീഷ്, ശരി ശരത്ത്, എന്തായാലും ബിനിൽ ബാബുവിൻ്റെയും ജെയിൻ കുര്യൻ്റെയും ബന്ധുക്കൾക്ക് അല്പം പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് ഈ നിമിഷം വരുന്നത്. എന്തായാലും റഷ്യയിലെ ഇന്ത്യൻ എംബസി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന തരത്തിൽ മറുപടി അടൂർ പ്രകാശ് എംപിക്ക് മറുപടി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ നിമിഷം വരുന്നത്. അതോടൊപ്പം ലോക്സഭയിലും വിദേശകാര്യ സഹമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് ലോക്സഭയിലും വ്യക്തമാക്കി വിവരങ്ങൾ നൽകിയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.